ഹായ് അസ്സലാമലൈക്കും ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് നമുക്ക് കുറച്ച് സിപ്പപ്പ് തയ്യാറാക്കാം. നല്ല അടിപൊളി വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ നല്ല കുറച്ച് സിപ്പപ്പുകൾ നമുക്ക് തയ്യാറാക്കാം. ഇനിയിപ്പോൾ ചൂടുകാലമാണ് വരുന്നത്, അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഐസായിട്ടും സിപ്പപ്പായിട്ടും കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് വീട്ടിൽ നല്ല മായമൊന്നും ഇല്ലാതെ നല്ല വൃത്തിയുള്ള സിപ്പപ്പുകൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. സിപ്പപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മുന്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുറേ സമയമായി, 2 മണിക്കൂറോളമായി. ഇനി ഇതൊന്ന് നന്നായി കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മുന്തിരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. സെപ്പറേറ്റ് ആയിട്ടാണ് അടിച്ചെടുക്കുന്നത്. അതിന് വേണ്ടി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മധുരം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. അതുപോലെ ഞാൻ കുറച്ച് നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചത് കുറച്ച് തേങ്ങാപ്പാലാണ്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കായും, നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം. ഏലക്കായും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പാൽപ്പൊടിയും ചേർത്ത് നന്നായി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഓറഞ്ചും മുന്തിരിയും നന്നായി ജ്യൂസ് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. നാരങ്ങയിൽ നിന്ന് കിട്ടുന്ന വെള്ളം അതുപോലെ തന്നെ മുന്തിരിയിൽ നിന്നുള്ള വെള്ളവും മാത്രമാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഞാൻ തേങ്ങാപ്പാലും ജ്യൂസ് അരിച്ച് കൊണ്ടുവന്നാണ്. ഇത് ഞാൻ 2 പാർട്ടാക്കി വെച്ചതാണ്. അതിലേക്ക് ഒന്നിൽ ഞാൻ ബദാമിൻ്റെ മിക്സ് അല്പം ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒന്നിൽ സ്ട്രോബെറിയുടെ എസൻസും ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ആവശ്യമാണെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. കളറിനനുസരിച്ച് ചേർത്താൽ മതി. ബദാം ഫ്ലേവറും ഞാൻ ആവശ്യത്തിന് എൻ്റെ കളറിനനുസരിച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പെയിൽ യെല്ലോ കളറിലാണ് ഞാനിത് എടുത്തത്. അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ പാകത്തിനനുസരിച്ച് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം സിപ്പപ്പിൻ്റെ കവറെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സിപ്പപ്പിൻ്റെ കവറ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം ആയ ശേഷം കുറേ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. ഇത് ഞാൻ ആദ്യമേ വാങ്ങിച്ച് വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഒഴിച്ച് സിപ്പപ്പ് റെഡിയാക്കി എടുക്കാം. ഇത് മുഴുവനാക്കി എടുക്കരുത്, കാരണം നമ്മളിങ്ങനെ മടക്കി മെഴുകുതിരി വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ആ സമയത്ത് നിറയെ ആക്കി കൊടുത്താൽ ഇതിലൂടെ പൊട്ടി പുറത്തേക്ക് ഒഴുകും. അപ്പോൾ ഓവറായിട്ട് നിറച്ച് ആക്കരുത്. കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് മതി, ഇത്ര ആക്കിയാൽ മതി. എന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ മടക്കി കൊടുത്ത് ഒരു മെഴുകുതിരി എന്തോ കത്തിച്ച് വെച്ച് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഞാനിത് ബാക്കിയുള്ളത് കൂടെ ആക്കിയ ശേഷം അങ്ങനെ ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ നിറച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയ എല്ലാ ഫ്ലേവേഴ്സും സിപ്പപ്പിൻ്റെ കവറിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നെടുത്ത് ഇങ്ങനെ ഒരു മെഴുകുതിരി ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കാണിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഉരുക്കിയെടുക്കണം. ഇതേ രീതിയിൽ ഇതേപോലെ മറ്റുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയും. കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് സിപ്പപ്പ് കൊടുക്കുകയും ചെയ്യാം. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് കെമിക്കലും ഒക്കെ അടങ്ങിയത് എന്ത് വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഇതേപോലെ മറ്റുള്ളതും കൂടെ റെഡിയാക്കി എടുക്കട്ടെ.
സിപ്പപ്പുകളും ഞാൻ ഇതുപോലെ കവറിലാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നല്ല അടിപൊളി സിപ്പപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല സിപ്പപ്പുകളാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.